മടി എന്നതല്ല അവിടെ ഫാക്ടർ. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണോ, ആ ലേണിംഗ് സ്റ്റൈല് പ്രോപ്പറാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ചിലപ്പം നമ്മൾ പറയില്ലേ, ഒരു ചെടി നമ്മൾ വളർത്തുന്ന സമയത്ത് ചിലപ്പോൾ മണ്ണിനായിരിക്കില്ല പ്രശ്നം ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വളം കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ആ റൂട്ട് കോസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നതില്ല. അപ്പം നമ്മൾ പറയാറുണ്ട്, കണ്ടും കേട്ടും കൊണ്ടുമാണ് ഒരു മനുഷ്യൻ പഠിക്കുക എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ കേട്ട് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ലേണിംഗ് സ്റ്റൈല് ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ ലേണിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്താലായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുക. ചിലപ്പോൾ കണ്ട് പഠിക്കേണ്ടവരാണെങ്കിൽ കണ്ട് തന്നെ കാണിച്ചു കൊടുത്ത് തന്നെ അവരെ പഠിപ്പിക്കണം. പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ അവർ എഴുതിയോ ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്തൊക്കെ വേണം അവർ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ ലേണിംഗ് സ്റ്റൈല് ആസ് എ പാരൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ടീച്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആക്ച്വലി അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും. ഈ മടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ്.